ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഡോക്ടർ ടി എം തോമസ് ഐസക്കുണ്ട്, ആന്റോ ആന്റണിയുണ്ട്, അനിൽ ആന്റണിയുണ്ട്. അവസാന ലാപ്പിൽ കലാശക്കൊട്ടിലേക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ മത്സരചിത്രം എങ്ങനെ? ഉന്മേഷ്, പത്തനംതിട്ട എന്തായാലും പിടിതരുന്നില്ല. ഈ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴും കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോഴും ഈ ഒരു ഘട്ടത്തിൽ പോലും പത്തനംതിട്ട പിടിതരുന്നില്ല. ആദ്യഘട്ടത്തിൽ അത് തോമസ് ഐസക്കും അതുപോലെ തന്നെ ആന്റോ ആന്റണിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് എന്ന് വിലയിരുത്തുന്ന ഒരു ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് രണ്ട് ഘട്ടം പിന്നിട്ട് അവസാന ഘട്ടത്തിലേക്ക്, മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിയതോടുകൂടി അതൊരു ത്രികോണ പോരാട്ടം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അനിൽ ആന്റണി ആദ്യഘട്ടത്തിൽ കുറെ എതിർപ്പുകളൊക്കെ BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു, BJPയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ആ സംഘടനാ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ നരേന്ദ്രമോദിയുടെ വരവ് ഒരു ഗുണം ചെയ്തു എന്നാണ് പറയുന്നത്. പ്രധാനമായും ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ, അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലെയും കാഞ്ഞിരപ്പള്ളിയിലെയും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകളൊക്കെ തന്നെ വിധി നിർണ്ണയിക്കുന്ന, ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട. അതുകൊണ്ട് ഈ മുന്നണികൾ, മൂന്ന് മുന്നണികളും ഈ വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് കാര്യമായ ഒരു പ്രചണ്ഡ പ്രചരണം തന്നെ നടത്തിയിട്ടുണ്ട്. തോമസ് ഐസക് അല്പസമയം മുൻപ് നമ്മളോട് തന്നെ SP ജയകുമാറിനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് പെന്തക്കോസ്ത്, അതുപോലെ തന്നെ ദളിത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ടുകൾ എന്തായാലും ഇക്കുറി ഇടതുപക്ഷത്തിന് വരും. അത് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് ലഭിച്ചിരുന്നില്ല. അത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീതിയിൽ BJPയെ മുഖ്യ ശത്രുവായി കണ്ട് അത് ആന്റോ ആന്റണിക്ക് പോയ വോട്ടുകളാണ്. അതെന്തായാലും ഇത്തവണ തൻ്റെ പെട്ടിയിൽ വരും. പാസ്റ്റർമാരുമായും അതുപോലെ തന്നെ ആ സഭാ നേതൃത്വങ്ങളുമായും സംസാരിച്ചിട്ടുണ്ട്. അവർ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചതെന്നാണ് തോമസ് ഐസക് പറയുന്നത്. ഇത് കൂടാതെ കാഞ്ഞിരപ്പള്ളിയിലെയും പൂഞ്ഞാറിലെയും റോഡ് ഷോകളിൽ മുസ്ലിം വനിതകളുടേതടക്കമുള്ള പ്രാതിനിധ്യമുണ്ടായിരുന്നു. അത് തനിക്ക് മുസ്ലിം ജനവിഭാഗങ്ങളുടെ വോട്ടും ലഭിക്കാനുള്ളൊരു സാധ്യതയാണ് അദ്ദേഹം കാണുന്നത്. അവിടെയും പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി തങ്ങളുടെ പ്രവർത്തകരും താനും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വോട്ടുകളും കൂടി വന്നു കഴിഞ്ഞാൽ അടൂർ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കേന്ദ്രം കോന്നി, ഈ രണ്ട് മേഖലകളിലും ഉയർന്ന ഭൂരിപക്ഷം, കോന്നിയിൽ ഒരു 10,000 വോട്ടിന് പുറത്തും അതുപോലെ തന്നെ അടൂരിൽ ഒരു 20-നും 25-നും ഇടയിലും ഭൂരിപക്ഷം വരികയും മറ്റു മണ്ഡലങ്ങളിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുകയും ചെയ്താൽ തന്നെ വിജയിച്ചു കയറാം. അതൊരു 15,000-നും 20,000-നും ഇടയിൽ എന്നതാണ് ഇടതു ക്യാമ്പിൻ്റെയും തോമസ് ഐസക്കിൻ്റെയും പ്രതീക്ഷ. പക്ഷേ അപ്പോഴും മണ്ഡലം UDFിൻ്റെ ഒരു ഉറച്ച കോട്ടയാണ്. ഏത് കാലത്തും ഏത് തരംഗത്തിലും ആന്റോ ആന്റണി എന്ന ഒരു അതികായൻ പിടിച്ചെടുത്ത അല്ലെങ്കിൽ അവിടെ നിലനിർത്തിയ ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിലെ വോട്ടുകൾ പരമ്പരാഗത UDF വോട്ടുകളാണ് എന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. അങ്ങനെ ഒലിച്ചൊന്നും പോയിട്ട് ശരി ശ്രീജിത്ത്, അങ്ങനെയാണ് മുന്നണികൾ ഇപ്പോൾ പങ്കുവെക്കുന്ന പ്രതീക്ഷകൾ. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിലെ വിവരങ്ങൾ നൽകിയത്.